ചാക്കോയിന്റെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് ഹൗ ആം ഐ ഷോർട്ട് ഫിലിം. നിങ്ങൾക്ക് നമ്മുടെ ഈ വെബ് സീരീസിലെ നായികയായ അഞ്ജിക സുദീപ് അടുത്തുണ്ട്. ഹലോ ഗൈസ്, ഇന്ന് ചാക്കോയിന്റെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് ഹൗ ആം ഐ ഷോർട്ട് ഫിലിം ഹു ആം ഐ എന്ന ഷോർട്ട് ഫിലിമിലെ താരവും അതുപോലെ തന്നെ പ്രൊഡ്യൂസറും ഡയറക്ടറുമായ ഷാഹിദ് SRKയുടെ കൂടെയാണ്. നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ആളോട് ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഈ ഷോർട്ട് ഫിലിമിന് എത്തിയെന്നുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് വിശേഷങ്ങൾ എല്ലാം പറയാൻ നോക്കാം. ഓക്കെ, സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിട്ടാ തുടങ്ങാനാണ്. എന്റെ ഒരു ഡിഫറെന്റ് ഗെറ്റപ്സിലാണ് ഞാൻ ആ സിനിമ ചെയ്യുന്നത്. ഒരു 2 വീക്സിനുള്ളിൽ ഐ തിങ്ക് സിനിമ മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ്. ഇപ്പോ ഈ ഷാഹിദ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് തുടങ്ങിയത് ഈ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തോട് എന്ത് ഇൻഫോർമേഷൻസ് ആണ് നിങ്ങൾക്ക് ഇതിലൂടെ ഷെയർ ചെയ്യപ്പെടുന്നത്? ഇപ്പോ ഈ ഇങ്ങനെയൊരു മൂവി ഇങ്ങനെയുള്ള എപ്പിസോഡ്സും കാര്യങ്ങളും മറ്റും സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് എന്ത് ഇൻഫോർമേഷൻ ആണ് അല്ലെങ്കിൽ എന്ത് സമൂഹത്തിന് എന്ത് നേട്ടമാണ് നിങ്ങൾ കൈവരിക്കുന്നത്? റീസൺസ് ഒന്നുമില്ല. സമയത്ത് എനിക്കൊരു സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം വെബ് സീരീസ് പിന്നെ എനിക്ക് ആ ഒരു കഥ എനിക്കെന്താ ബിൽഡ് ചെയ്ത് ഒരു യൂണിവേഴ്സിറ്റി സിനിമാറ്റിക് യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പുകൾ അതുപോലെ തന്നെ ഒരുപാട് ഇമോഷൻസുമാണ് നമുക്ക് ഈ ടീസറിലൂടെ കാണാൻ കഴിയുന്നത്. ഇതുകൊണ്ട് ഇനി അടുത്ത എപ്പിസോഡ്സ് ക്രിയേറ്റ് ചെയ്യണമോ അല്ല എന്താണ് ഇതുകൊണ്ട്? അതായത് ആ സിനിമയിൽ ഒരുപാട് ഇമോഷൻസ് ഞാൻ കണ്ടു. ബേസിക്കലി ആ ക്യാരക്ടറിന് ഒരുപാട് ബിൽഡ്, ആ ക്യാരക്ടറിന് ഒരുപാട് പറയുന്നുണ്ട്. സിനിമ കാണുന്നത് മനസ്സിലാക്കും. ബേസിക് പ്ലോട്ട് പറയാൻ പറ്റില്ല. ഇതിപ്പോ മനുവൽ സിനിമ ആകുമ്പോൾ ഒരാൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഈ ടീസർ കണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണോ? അതിപ്പോ കഥ നമുക്ക് ചിലപ്പോ ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കാം. അത് ആൾക്കാരുടെ ആ ഒരു അത്ര വളരെ ബുദ്ധിമുട്ടുള്ള സ്റ്റോറിയൊന്നുമല്ല, സിമ്പിൾ സ്റ്റോറിയാണ്. പക്ഷെ അതിൽ നിന്ന് ഞാൻ ഒരുപാട് ആ സിനിമ ആ ഒരു ഫ്രാഞ്ചൈസ് ആ ഒരു ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരുപാട് മുന്നോട്ട് പോകും. അതിനുള്ളതെല്ലാം ഞാൻ ഓൾറെഡി സ്ക്രിപ്റ്റ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ SRK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ സത്യം എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം ചില ആൾക്കാരൊക്കെ SRKയുടെ എന്തെന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കും ചിലപ്പോ തോന്നിയിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ പറയാൻ പറ്റില്ല. എനിക്ക് തോന്നിയില്ലെങ്കിലും ഞാൻ ഇംഗ്ലീഷിലാണെന്ന് വിചാരിച്ചു. ഇല്ല എല്ലാവർക്കും എന്റെ എനിക്ക് ബേസിക്കലി SRK ഭയങ്കര ഇഷ്ടമാണ്. ഷാറുഖ് ഖാൻ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് SRK. അറിയില്ല, ഇഷ്ടമാണോ? എനിക്കത് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ബേസിക്കലി ഷാറുഖ് ഖാനെ വിളിക്കുന്നത് ആർക്കും ഇഷ്ടമില്ല. ഷാറുഖ് ഖാന്റെ അടുത്ത എനിക്ക് ഷാറുഖ് ഖാന്റെ ബേസിക്കലി ഫേവറേറ്റ് അതുപോലത്തെ ഒരു സീനൊരു മൂവി എനിക്ക് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. സിനിമയില് ആ റൊമാൻസ് ആണ്, ഷാറുഖ് ഖാന്റെ റൊമാൻസ് ഞാൻ സിനിമയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ട്. മൈ ആക്ട്രസ് അഞ്ജിക സുദീപ്, ഷീസ് കമ്മിങ് ഐ തിങ്ക്. അപ്പോ വന്നോണ്ടിരിക്കുക ഇന്റർവ്യൂവിനെ കുറിച്ച് ലേറ്റ് ആയി പോയി. അപ്പോ എന്റെ ഒരു കൂടെയുള്ള ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ വരുന്നുണ്ട്. എന്ന ഷോർട്ട് വെബ് സീരീസിലെ ആക്ടറും പ്രൊഡ്യൂസറും അതുപോലെ തന്നെ മറ്റ് എഡിറ്റർ വരെയായ ഷാറുഖ് ഖാനാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ എല്ലാം ഏറ്റെടുത്ത് ചെയ്യാൻ കാരണം? ഇനിയിപ്പോ ഡയറക്ടറെയും പ്രൊഡ്യൂസറെയും കിട്ടാത്തത് കൊണ്ടാണോ അല്ല ഫണ്ടിന് ഷോർട്ടേജ് ആണോ? ഞാൻ തന്നെയാണ് സിനിമയുടെ ഡയറക്ടർ, ഞാൻ തന്നെയാണ് സിനിമയുടെ ഒരുപാട് കാര്യങ്ങൾ പ്രൊഡ്യൂസർ ഞാൻ തന്നെയാണ്, മെയിൻ ആക്ടർ ഞാൻ തന്നെയാണ്. ആക്ട്രസ് എന്തെങ്കിലും പെണ്ണാണെന്നത് ഉള്ളത് കൊണ്ട് തന്നെ ആക്ട്രസിനെ വെച്ചു. കുറച്ച് എന്റെ കൂട്ടുകാരന്മാരെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞ വേറെ ആരും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ ഡയറക്ഷനും പ്രൊഡ്യൂസറും എല്ലാം ആയത്. എനിക്ക് ഈ സിനിമ എന്ന സംഭവം നടക്കില്ല.
അതാണ് ഇതിന്റെ റീസൺ. ഇനി നായികയുടെ ഇന്റർവ്യൂ കൂടെ നമുക്ക് എടുക്കാം. എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയാം. നമ്മുടെ ഈ വെബ് സീരീസിലെ നായികയായ അഞ്ജിക സുദീപ് അടുത്തുണ്ട്. മറ്റു വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സോ അഞ്ജി, നമുക്ക് ഈ സിനിമയുടെ വിശേഷത്തിലേക്ക് കടക്കാം. ഇപ്പോ വന്നിരിക്കുന്ന അതിഥി ആലിൻ പ്രദീപാണ്. ഇത്രയും തിരക്ക് പിടിച്ച ഒരു ആക്ടറായിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഈ സിനിമയിൽ ഭാഗമായത്? പിന്നെ ഈ ടീസറിൽ നിങ്ങളെ ഒരു ഷോട്ട് എന്തോ കാണുന്നത്, പക്ഷേ അതിലും ഒരുപാട് ഫാൻസിനെയാണ് നിങ്ങൾ സമ്പാദിച്ചിരിക്കുന്നത്. എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം? ബേസിക്കലി ഞാൻ ടീച്ചറിൽ സിനിമയിലുണ്ടെന്നാണ് ഡയറക്ടർ സാർ പറഞ്ഞത്. ഈ തന്ന റോളൊക്കെ ഞാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. തന്നൊരു ക്ലാസ് റോളാണ്. നിങ്ങൾക്ക് മാസ് റോളാണല്ലോ കറക്റ്റായിട്ട് സൂട്ടാവുന്നത്. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ടും അതുപോലെ തന്നെ മറ്റ് ഈ രൂപം വെച്ചിട്ടും ഒരു മാസ് റോളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു റോളാണ് നിങ്ങൾക്കുണ്ട്? അതെ അതെ, ഈ എന്നെ ചെറുപ്പം മുതലേ വിളിക്കുന്നത് മാസാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാക്കക്കോയിലിന്റെ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഇത്ര നേരം എല്ലാ രീതിക്കും സപ്പോർട്ടായിരുന്ന ഹുവാമൈ ടീമിലെ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അവരുടെ സിനിമാറ്റിക് യൂണിവേഴ്സ് നല്ല രീതിക്ക് വളരട്ടെ എന്ന ആശംസകളോടെ ബെസ്റ്റ് ഓഫ് ലക്ക്.